ഇതിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലുള്ള സമയത്ത് ഇതേപോലെ ഞാൻ അച്ഛനോട് ഇതേ ഡയലോഗ് നമുക്ക് ചോദിച്ചു ഇതിന്റെ സിനിമ മടുത്തു മാഷേ മടുത്തെങ്കിലേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ. ഞാൻ ഇവിടെ സിദ്ദിഖിനോട് പറഞ്ഞു ഇതിന്റെ സിനിമ അങ്ങനെ വന്നിട്ട് ഇവർ ഏതോ ഒരു സാഹചര്യത്തിൽ ടി വിയിൽ കണ്ടു എന്റെ ഒരു സിനിമ. നീ എന്താ ഇരുട്ടത്തിരിക്കുന്ന? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങല്ലേ. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടകാല. അപ്പൊ അച്ഛനെ കണ്ടിട്ട് നിന്റെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോ കണ്ടു. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. നിനക്കറിയില്ലേ ആ സിനിമ ഇതാവില്ല. ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാരില്ലേ നമ്മളവരോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതല്ല, എന്നാലും നീ എങ്ങനെയാണ് പ്രൊഡ്യൂസറൊക്കെ എന്താണ് ഇതിന് ആ സിനിമയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കാശൊക്കെ മുടക്കി? ചോദ്യം ന്യായം. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഇതൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ട് നമ്മൾ ജീവിച്ചു പോണ്ടേ. ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ കളിയാക്കണേ? പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതിലും ഭേദം മരിക്കുന്നതാണ്. സീരിയസ് ആണോ പറയുന്നത്? എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല. പിടിച്ചേ. ഒന്ന് നിർത്ത്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണോ? അപ്പൊ ഞാനല്ലേ ഇത് എന്നോട് എങ്ങനെ തോന്നുന്നൊരു കൊസ്തപ്പ്? താനൊക്കെ ഒരു മനുഷ്യനാണോ? എനിക്ക് മനസ്സിലാവും. പറയാണ്. അത് കഴിഞ്ഞില്ല എന്നോട് പറയാ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അമ്മയുടെ മീറ്റിംഗിന് വരുന്നത്. ഞാൻ ദിവസം നാട്ടിലില്ല. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എന്നിട്ട് എനിക്ക് കൊല്ലം കിട്ടും. പക്ഷെ എനിക്കത് വേണ്ട, നിനക്ക് വേണം തരാൻ പറയാം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഞാന് അമ്മ ചോറെടുക്ക്. വനത്തെ കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ?